ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചൂസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 146ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏത്? ആൻസർ ഓപ്ഷൻ 2, പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. ആൻസർ ഓപ്ഷൻ 3, ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. 3, ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, പെറു. ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത് പെറുവിലാണ്. 4, അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ 4, PK ബാനർജി. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് PK ബാനർജി. 5, തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ 2, UA ഖാദർ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ആൻസർ UA ഖാദർ. 6, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3, താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. 7, കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ആൻസർ ഓപ്ഷൻ 1, സുഗതകുമാരി. വഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? ആൻസർ സുഗതകുമാരി. 8, മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് ആരാണ്? മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4, രാജ രവിവർമ്മ. മലബാർ സുന്ദരി എന്ന ചിത്രം വരച്ചത് രാജ രവിവർമ്മ. 9, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, ഭാരതി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3, 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, ഗോമുഖ് ഗുഹ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗോമുഖ് ഗുഹ. 12, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ 4, പോറ്റി ശ്രീരാമലു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകളാണ്. 13, ലോകത്തെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആരാണ്? ലോകത്തെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ 2, ബാനസീർ ഭൂട്ടോ. ലോകത്തെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ബാനസീർ ഭൂട്ടോ. 14, ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ
ഗ്രേറ്റ് ബാരിയർ റീഫ് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ 3 ഓസ്ട്രേലിയ. ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയയിലാണ്. 15 മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. 16 ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 1993 ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചത്. 17 നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും 12 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംരംഭമാണ്. ആൻസർ ഓപ്ഷൻ 2 എൻ്റെ കൂട്. ആൻസർ ഓപ്ഷൻ 2 എൻ്റെ കൂട്. 18 ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം എന്താണ്? ആൻസർ ഓപ്ഷൻ 3 തവിട്ട്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറമാണ് തവിട്ട് നിറം. 19 രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 അരിസ്റ്റോട്ടിൽ. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. 20 ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി ഏത്? ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പമ്പ. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ നദി. 21 കണ്ണൂർ ജില്ലയിൽ നടന്ന മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ 2 കണ്ടകൈ കുഞ്ഞാക്കമ്മ. ആൻസർ ഓപ്ഷൻ 2 കണ്ടകൈ കുഞ്ഞാക്കമ്മ. 22 ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവമാണ്. ആൻസർ ഓപ്ഷൻ 3 കീഴരിയൂർ ബോംബ് കേസ്. ആൻസർ ഓപ്ഷൻ 3 കീഴരിയൂർ ബോംബ് കേസ്. 23 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഏത് സംഭവത്തോടെയാണ്? ആൻസർ ഓപ്ഷൻ 1 ഇലക്ട്രിസിറ്റി സമരം. ആൻസർ ഓപ്ഷൻ 1 ഇലക്ട്രിസിറ്റി സമരം. 24 ഓവർലാപ്പോടുകൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ 4 സ്റ്റീരിയോസ്കോപ്പ്. ആൻസർ ഓപ്ഷൻ 4 സ്റ്റീരിയോസ്കോപ്പ്. 25 ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങൾ ആണ്? ആൻസർ ഓപ്ഷൻ 2 വിശേഷണങ്ങൾ. ആൻസർ ഓപ്ഷൻ 2 വിശേഷണങ്ങൾ. 26 ഗൗണ, കവനാർ, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 മീനച്ചിലാർ. ആൻസർ ഓപ്ഷൻ 3 മീനച്ചിലാർ. 27 അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ 1 കാവേരി. ആൻസർ ഓപ്ഷൻ 1 കാവേരി. 28 സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനങ്ങളിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 അബനീന്ദ്ര നാഥ ടാഗോർ. ആൻസർ ഓപ്ഷൻ 4 അബനീന്ദ്ര നാഥ ടാഗോർ. 29
ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് നിർമ്മിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഹരിയാന. ആൻസർ ഓപ്ഷൻ 2 ഹരിയാന. 30. 2012 ഫിഫ ലോകകപ്പ് നേടിയ അർജന്റീന ടീമിൻ്റെ പരിശീലകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ലയണൽ സ്കലോണി. ആൻസർ ഓപ്ഷൻ 3 ലയണൽ സ്കലോണി. 31. വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സൗജന്യ വിസ അനുവദിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ 1 ശ്രീലങ്ക. ആൻസർ ഓപ്ഷൻ 1 ശ്രീലങ്ക. 32. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികയാത്തവർക്ക് ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകൾ സൗജന്യമായി നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പ് മുന്നോട്ട് വെച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ 4 മന്ദഹാസം. ആൻസർ ഓപ്ഷൻ 4 മന്ദഹാസം. 33. സംസ്ഥാനത്തെ ആദ്യത്തെ എൻ്റെ ഊര് ഗോത്ര പൈതൃക ഗ്രാമം ആരംഭിച്ചത്. ആൻസർ ഓപ്ഷൻ 2 പൂക്കോട്. ആൻസർ ഓപ്ഷൻ 2 പൂക്കോട്. 34. പ്രളയം, കനത്ത മഴ എന്നിവ മറികടക്കാൻ പുറത്തിറക്കിയിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അക്ഷയ. ആൻസർ ഓപ്ഷൻ 2 അക്ഷയ. 35. 36ാമത് ദേശീയ ഗെയിംസ് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഗുജറാത്ത്. ആൻസർ ഓപ്ഷൻ 3 ഗുജറാത്ത്. 36. കേരളത്തിലെ നാട്ടുമാവുകളെക്കുറിച്ചുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായി കേരള സർവകലാശാല വിളയിച്ച അപൂർവ ഇനം മാമ്പഴം. ആൻസർ ഓപ്ഷൻ 1 KU മാമ്പഴം. ആൻസർ ഓപ്ഷൻ 1 KU മാമ്പഴം. 37. ഹരിത കർമ്മസേനയുടെ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഹരിത മിത്രം. ആൻസർ ഓപ്ഷൻ 4 ഹരിത മിത്രം. 38. മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ജീവിതം പ്രമേയമായിട്ടുള്ള ചലച്ചിത്രം. ആൻസർ ഓപ്ഷൻ 2 മേജർ. ആൻസർ ഓപ്ഷൻ 2 മേജർ. 39. 1984 സാഹിത്യ നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി എഴുത്തുകാരി. ആൻസർ ഓപ്ഷൻ 2 മാധവിക്കുട്ടി. ആൻസർ ഓപ്ഷൻ 2 മാധവിക്കുട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ 2 കൃഷ്ണപുരം. ആൻസർ ഓപ്ഷൻ 2 കൃഷ്ണപുരം. താങ്ക് യു.